وجعلنا لهم أزواجا وذرية. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മഹദിയായ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ ആയിഷ ബീവിയെ കണ്ടിട്ട് പറയുകയാണ്, അല്ലയോ മഹദി അവர்களே, ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വിവാഹമേ വേണ്ട, വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഒരു സഹാബി മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ മുന്നിൽ ഓതി കൊടുക്കുകയാണ്, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബലിക് വജഅൽനാ ലഹും അസ്വാജാ വദുർരിയ. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് മുമ്പ് എത്രയോ പ്രവാചകന്മാരെ അല്ലാഹു ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകന്മാരിൽ അധികം പേരും ഭൂരിപക്ഷ വിവാഹം കഴിച്ചവരാണ്. അവർക്കെല്ലാം ഭാര്യമാരും സന്താനങ്ങളുമുണ്ട്. അതുകൊണ്ട് സ്വഹാബിയേ ഫലാ തതബത്തൽ, നീ അവിവാഹിതനാകരുതേ, അവിവാഹിതനാകരുതേ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിവാഹിതനാകാൻ പാടില്ല, വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വാക്കാണ് അന്നിക്കാഹ്. അന്നിക്കാഹ് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്, പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. 3 വൽ അത്ർ, എപ്പോഴും അത്ർ പുരട്ടുക, അത്ർ പൂശുക, നല്ല മണം സുഗന്ധ ദ്രവ്യങ്ങൾ പൂശി നടക്കുക, അത് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. 4 വസിവാക്, ഇസ്ലാമിക സംസ്കാരമാണ്, പ്രവാചകന്മാരുടെ സംസ്കാരമാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ നിക്കാഹ് എന്ന് പറയുമ്പോൾ ഈ ഒരു നിക്കാഹ് നടക്കാൻ നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ ആദ്യം പോയി കല്യാണം നീ കാണണം, ആദ്യം പോയി നീ പെണ്ണ് കാണണം. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖതബതു ഇംറഅതൻ, ഞാൻ നബി തങ്ങളെ കണ്ടിട്ട് സമീപിച്ചു പറഞ്ഞു, നബിയേ, ഞാൻ ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ചോദിച്ചു, ഹൽ നദർത ഇലൈഹാ, നീ അവളെ കണ്ടിട്ടാണോ കല്യാണാലോചന നടത്തിയത്? നീ അവളെ കണ്ടിനാ? നീ അവളെ കണ്ടോ ചോദിച്ചു. ലാ ഫഖുൽതു ലാ, ഇല്ല നബിയെ, കണ്ടിട്ടില്ല, കണ്ടില്ല, കാണാതെ ഞാൻ കല്യാണാലോചന നടത്തി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉൻദുർ ഇലൈഹാ, നീ അവളെ പോയി കാണും, അവളെ പോയി കാണണം, അവളെ കണ്ടിട്ടാണ് കല്യാണം ആലോചിക്കേണ്ടത്. അതല്ലാതെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ട് ബഷീർ സാഹിബ് പറഞ്ഞ പോലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പോയി പെണ്ണ് കാണലല്ല സംസ്കാരം. ഒരു 500 പേരെയും കൊണ്ടുപോയിട്ട് അതിന്റെ ഒരു പേര് അതിന്റെ അത് നിയമം ഇല്ലല്ലോ ഇസ്ലാമിൽ. ഈ 500 പേരെയും കൂട്ടിട്ട് പോയിട്ട് അല്ല, എന്നാലും പറയുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഒരു പെണ്ണ് കാണാൻ അതിന്റെ പേര് തന്നെ അങ്ങനെ ഇടുന്നത് തന്നെ പാടില്ലല്ലോ. അയാൾ പാരവിക്കുമെന്ന് നിങ്ങൾ ധരിക്കല്ലേ. അവരൊക്കെ ഈ നമ്മുടെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നേതാക്കളാണ്. അപ്പൊ അവരിതൊക്കെ പറഞ്ഞു തരണ്ടേ, അതൊക്കെ അവരിത് പറഞ്ഞു തരണമല്ലോ. നമുക്ക് സമുദായത്തിന്റെ മുന്നിൽ ഇതൊക്കെ പറഞ്ഞു തരേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. അതുകൊണ്ട് അവരെയും എന്നെയും കുറ്റപ്പെടുത്തരുത്, നമ്മുടെ ജോലിയാണ് ഈ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചെലവ് നമ്മൾ ഒഴിവാക്കണം, ഏറ്റവും മോശമായ കാര്യം. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു അഹ്റാ അയ്യൂദമ ബൈനകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും വൈവാഹിക ജീവിതം സന്തുഷ്ടകരമാകുന്നതിനു വേണ്ടി നിങ്ങൾ തുടക്കത്തിലെ കല്യാണ ആലോചന നടത്തുന്നതിന് മുമ്പ് പരസ്പരം കാണണേ, ഇഷ്ടപ്പെടണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചില പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണുങ്ങന്മാർ ഇപ്പൊ പുതിയ സിസ്റ്റം ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന് അറിയില്ല, തലശ്ശേരി ഭാഗത്തൊക്കെ ചോക്ലേറ്റ് കൊടുക്കുക, ഒരു കെട്ട് ചോക്ലേറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ അവിടെ കൊടുക്കുക. അതെന്തൊരു സിസ്റ്റം? അത് എവിടെയെങ്കിലും പാർക്കിൽ കൊണ്ടുവിട്ടാ കൊടുക്കുക, ബസ് സ്റ്റാൻഡിൽ പാർക്കിൽ ചോക്ലേറ്റ്, എന്താ പുറയില്ലേ കൊണ്ട് കൊടുക്കാൻ, ചോക്ലേറ്റ് കൊടുക്കുക. എന്തൊക്കെ സിസ്റ്റങ്ങളാണ് ഇതൊക്കെ! ഇസ്ലാമിൽ ആര് പഠിപ്പിച്ചു? നീ കല്യാണം കഴിച്ചതിന് ശേഷം നീ ചോക്ലേറ്റോ ഐസ്ക്രീമോ നീ പത്തലോ നീ എന്ത് വേണമെങ്കിലും, ഈ പത്തലോ അരിപ്പത്തലോ നീ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടു. കല്യാണ ആലോചന നടത്തി നിക്കാഹ് നടക്കാതെ സംസാരം തന്നെ പാടില്ല, ഫോൺ വിളിക്കാൻ തന്നെ പാടില്ല. ഇത് ഫോൺ വാങ്ങിയിട്ട് കൊടുത്തില്ല പോലെ, നമ്പറും കൊടുക്കും, വാട്സപ്പും കൊടുക്കും, അങ്ങോട്ടും കുത്തി ഇങ്ങോട്ടും കുത്തി. നിക്കാഹിന് മുമ്പ് അടിയും വഴക്കുമായി തലാക്ക്, കല്യാണം ആവുന്നതിന് മുമ്പേ തലാക്കാവും രണ്ടും. ഓളുടെ സ്വഭാവം ഓൻ മനസ്സിലാക്കി, ഓന്റെ സ്വഭാവം ഓൾ മനസ്സിലാക്കി. നിന്റെ ഒപ്പരം ജീവിച്ചാൽ ശരിയാവൂല, നമ്മളെ കുടുങ്ങിപ്പോകും, അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട, യാ അല്ലാഹ് ഹലാസ്. എന്തിനാ ഈ പണിക്ക് പോകുന്നത്? എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് പോകണം? കല്യാണം കഴിച്ചിട്ട് നിക്കാഹ് കഴിച്ചിട്ട് നിങ്ങൾ പരസ്പരം സംസാരിച്ചോളി, ഇപ്പോൾ റാഹത്തുണ്ടാവും. അങ്ങനെ തന്നെ സംസാരിക്കണമല്ലോ. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളോട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? മൻ സവ്വജ കരീമതഹു മിൻ ഫാസിഖിൻ നസല അലൈഹി കുല്ല യൗമിൻ അൽഫു ലഅന ഔ കമാ ഖാല റസൂലുള്ളാഹി.
ആരെങ്കിലും ഒരു അഹങ്കാരിക്ക് തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ നമസ്കാരമില്ല, കഞ്ചാവ് കുടിക്കുന്നവനാണ്, വെള്ളമടിക്കുന്നവനാണ്, പലിശക്കാരനാണ്, അള്ളാഹുവുമായി അവന്റെ ദീനുമായി പുലബന്ധം പോലും ഇല്ലാത്തവനാണ്, അങ്ങനെ ഒരു അധർമ്മകാരിക്കാണ്, ഒരഹങ്കാരിക്കാണ് നിങ്ങൾ നിങ്ങളുടെ പൊന്നുമകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നസല അലൈഹി കുല്ല യൗമിൻ അൽഫു ലഅന, എല്ലാ ദിവസവും ആ പെണ്ണിന്റെ മാതാപിതാക്കളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുമത്രേ. വലാ യുർഫഉ ദുആഉൻ ഇലാ സമാ, അവരുടെ പ്രാർത്ഥന ആകാശലോകത്തേക്ക് ഉയരുകയേ ഇല്ല. വലാ യഖ്ബലു സർഫുൻ വലാ അദ്ലുൻ, അവരുടെ നന്മയോ അവരുടെ സുന്നത്തോ ഫർളോ ആയ ഒരു ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞു, ആരുടെ തന്റെ മകളെ ഒരു അഹങ്കാരിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ വാപ്പ ചിന്തിക്കണം, എന്റെ മകളെ ആർക്ക് ഞാൻ നിക്കാഹ് കഴിച്ചു കൊടുക്കണം, ആർക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ടത് ആളുകളെ ആദ്യം പോയി കണ്ട്, എന്റെ മകൻ, എന്റെ മരുമോൻ അങ്ങനെയുള്ളവനാണ്, നോക്കണം, അവനുണ്ട്, നിസ്കാരമുണ്ടോ, ഇബാദത്തുണ്ടോ, 2 ദിവസം ഓൻ നിസ്കരിക്കാൻ വരുന്ന പള്ളിയിൽ സുബഹിക്ക് നിങ്ങൾ പോകണം, ഉപ്പ പോകണം, സുബഹിക്ക് പോയിട്ട് നോക്കണം, ഓൻ വരുന്നുണ്ടോ, നിസ്കരിക്കാൻ വരുന്നുണ്ടോ, നിസ്കാരമുള്ളവനാണ്, നല്ല കുട്ടിയാണ്, അൽഹംദുലില്ലാഹ്, 2 ദിവസം ഓനെ ഒന്ന് വാച്ച് ചെയ്യണം. അങ്ങനെ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ആളങ്ങനെ ഉണ്ട്, അൽഹംദുലില്ലാഹ്, കൊള്ളാം, നല്ലവൻ, അവന് മറ്റ് സാമ്പത്തികമോ മറ്റ് ഉദ്ദേശമോ അവനില്ല, അവൻ നല്ല പെണ്ണ് കെട്ടി കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനാണ് അവൻ ആഗ്രഹമെങ്കിൽ അവന് നിങ്ങൾ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. അതല്ലാതെ ഒരു നിസ്കാരമില്ല, ഇബാദത്തിൽ അഹങ്കാരിക്ക് പെണ്ണ് കെട്ടിച്ച് കൊടുക്കരുത്. നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കൂല, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, നമ്മൾ ചെയ്യുന്ന ദുആ ആകാശ ലോകത്തേക്ക് ഉയരുകയില്ല എന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് അന്നിക്കാഹ്. ആ സുന്നത്തായ രീതിയിൽ തന്നെ ആ നിക്കാഹ് കഴിക്കണം. എന്നാൽ മാത്രമേ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും സന്തോഷം ഉണ്ടാവുകയുള്ളൂ. കല്യാണം കഴിച്ചതിന് ശേഷം പാതിരാ സമയത്ത് മുഴുവൻ റോഡിലൂടെ നിങ്ങൾ അഹങ്കാരത്തോടെ ആഹ്ലാദ പ്രകടനം നിങ്ങൾ നടത്താറില്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സുന്നത്ത് നിങ്ങൾ ഹയാത്താക്കുന്ന ഏതെങ്കിലും ഒരു ദമ്പതികൾ എന്റെ മുന്നിലുണ്ടോ? കല്യാണം കഴിഞ്ഞ അതേ രാത്രിയിൽ, ആദ്യ രാത്രിയിൽ നിങ്ങൾ മണിയറയിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട്, അല്ലാഹുവേ, ഞങ്ങൾ 2 പേരും ഇന്നലെ വരെ 2 ധ്രുവങ്ങളിലായിരുന്നു അല്ലാ, ഇന്ന് നീ ഞങ്ങളെ ഒരു കുട കീഴിൽ കൊണ്ടുവന്നു റബ്ബേ, നാളെ ഞങ്ങൾക്കുണ്ടാകുന്ന സന്താന പരമ്പരകൾ നിന്റെ പൊരുത്തത്തിനുള്ള കുട്ടിയാകണേ അല്ലാ, നീ തൃപ്തിപ്പെട്ട കുട്ടിയായിരിക്കണം അല്ലാ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജീവിക്കുന്ന മക്കളാകണേ അല്ലാ, നിന്നെ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യുന്ന മക്കളാകണേ അല്ലാ എന്ന് ആദ്യ രാത്രിയിൽ ഏതെങ്കിലും ദമ്പതിമാര് ദുആ ചെയ്താൽ മാലാഖമാര് ആകാശ ലോകത്ത് നിന്നുകൊണ്ട് പറയും അത്രേ, അല്ലാഹുമ്മ ആമീൻ, പടച്ചവനെ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ആദ്യ രാത്രിയിലെ ദുആയ്ക്ക് ഇജാബത്ത് കൂടുതലാണ്. ആദ്യ രാത്രിയിലെ ദുആയ്ക്ക് ഇജാബത്ത് കൂടുതലാണ്. ആദ്യ രാത്രി ദുആ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദുആ ചെയ്യണം, മറന്നു പോകരുത്. എൻ്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ ഒരുപാട് പറയുന്നുണ്ട്, എങ്കിൽ തന്നെ ഇടയ്ക്ക് ഒന്നുകൂടെ സൂചിപ്പിച്ച്, ചിലപ്പോൾ ഈ മീനാപ്പീസിലുള്ളവർ നാളെ എങ്ങാനും പെണ്ണ് കെട്ടാൻ പോവുകയാണെങ്കിൽ കാസറ്റ് കേൾക്കാനും ഒന്നും സമയം കിട്ടിയില്ല എങ്കിൽ ഏത് കാര്യത്തിനും ബിസ്മി ചൊല്ലി തുടങ്ങണം. ഏത് കാര്യത്തിലും 10 മണിക്ക് നിർത്തണം. 7 കാര്യം നിങ്ങൾ മനനം ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഒരു ഹദീസ് കേട്ടോളി, 7 കാര്യം. ഇദാ ഹഫിള 7 കലിമാത്തിൻ ഗഫറല്ലാഹു ദൻബഹു ഫഹുവ ഇൻദല്ലാഹി വഇൻദൽ മലായികതി ശരീഫുൻ വഹയാതുഹു വമമാതുഹു ഖൈർ.